സ്കാനിങ്ങിൽ ട്വിൻ ബേബീസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ബേബീസിനെ മാനേജ് ആക്കി കൊണ്ടുവരാനും സ്ലീപ്ലെസ് നൈറ്റ്സും എല്ലാം കൂടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറഞ്ഞു പോയതാണ് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ഉറക്കം വന്നിട്ട് കരയും, രണ്ടുപേരും ഒരുമിച്ച് വിശന്നിട്ട് കരയും. ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും കാരണം എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരുമിച്ച് കരയുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയ സമയത്താണ് എൻ്റെ ഒരു നെയ്ബർ എനിക്ക് നമ്മുടെ ലാക്ടോ മാമ സജസ്റ്റ് ചെയ്ത് തന്നത്. ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറഞ്ഞു പോയിട്ടുള്ള എൻ്റെ എല്ലാ സ്ട്രഗിൾസിനും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരുന്നു മൈലോ കെയർ ലാക്ടോ മാമ. ആദ്യത്തെ ഒരു 7 days കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു 6 months കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ചെറിയ ചൂടുള്ള പാലിൽ 2 സ്പൂൺ ലാക്ടോ മാമ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇതിലെ ശതാവരി, സോവ, പിന്നെ പവർഫുൾ ആയിട്ടുള്ള വേറെയും 5 ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റ്പാർട്ടം റിക്കവറിക്കും ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ബ്രസ്റ്റ് മിൽക്ക് കുറവായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ ന്യൂ മോംസിനും ഞാൻ ലാക്ടോ മാമ ഹൈലി റെക്കമെൻഡ് ചെയ്യുവാണ്. വൺസ് ഇത് ട്രൈ ആക്കി കഴിഞ്ഞാൽ എന്നെ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലാക്ടോ മാമ നമ്പർ 1 ലാക്ടേഷൻ സപ്ലിമെന്റ് ആണെന്നുള്ളത്.